ഈ യൂറിക് ആസിഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ്. ഈ അസുഖത്തിന് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നു. ശരീരത്തിൽ സാധാരണ ഒരു 7 മുകളിലോട്ട് ലെവൽ വരുമ്പോൾ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാരണങ്ങൾ? സാധാരണ കാരണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഭക്ഷണക്രമം, അതായത് നമ്മൾ ഒരുപാട് റെഡ് മീറ്റ്, പോർക്ക്, ബീഫ് അല്ലെങ്കിൽ അത് പ്രോട്ടീനേഷ്യസ് ഫുഡ് ഒരുപാട് കഴിക്കുക. ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്നെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, കടല, ഇതുപോലത്തെ ഐറ്റംസ്, സോയ, പനീർ, ഇതൊക്കെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഇത് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് സാധാരണ കൂടി വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അസാധാരണമായ വേദന. ഞാൻ ഇങ്ങനൊരു വേദന എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാലിൻ്റെ പാദത്തിലെ ചെറു ജോയിൻസിലോ അവിടെയൊക്കെയാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ അസാധാരണമായ പെയിൻ ഉണ്ടാക്കാറ്. അത് മുട്ട്, കാലിൻ്റെ കുഴ, ഇവിടെയൊക്കെയാണ് സാധാരണ. എന്ന് വെച്ചാൽ മറ്റു ജോയിൻസിന് വരില്ല എന്നല്ല, പക്ഷേ കൂടുതലും ഗ്രാവിറ്റി കാരണം നമ്മുടെ മുട്ടിൻ്റെ താഴോട്ടുള്ള ജോയിൻസിനെയാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. തുടക്കത്തിൽ നമുക്ക് മരുന്നുകളൊക്കെ കഴിച്ച് നോക്കാം. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കണം. അതിനൊപ്പം യൂറിക് ആസിഡ് കുറയ്ക്കുന്ന, ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്ന മരുന്നുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ സിംറ്റംസിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.